എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു ശങ്കർ, നാച്ചുറൽ ഹീലിംഗ് സെൻറ്റർ കൊയിലാണ്ടി, കോഴിക്കോട്. ഇന്നലെ ഞാൻ അയച്ചിരുന്ന ഒരു റീൽസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിശദമായി പറയണമെന്ന് തോന്നി. അതിനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. മനസ്സിലാക്കാം, സൂര്യപ്രകാശവും ആരോഗ്യവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ സോളാണ് സൂര്യൻ എന്ന് പൊതുവെ പറയാറുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ആത്മാവാണ് സൂര്യൻ എന്ന് പറയാറുണ്ട്. കാരണം സൂര്യനിൽ നിന്നാണ് ശരിക്ക് പ്രപഞ്ചം, ഭൂമി എല്ലാം നിലനിൽക്കുന്നത്. കാരണം എനർജി സോഴ്സസ് ശരിക്ക് അവിടെ നിന്നാണ്. നമ്മൾ നേരിട്ടും അല്ലാതെയും സൂര്യപ്രകാശത്തെ കൺസ്യൂം ചെയ്യുന്നുണ്ട്, അല്ലേ? നേരിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൽ സൂര്യപ്രകാശം പതിയുമ്പോൾ വൈറ്റമിൻ ഡി ഉത്പാദിപ്പിക്കപ്പെടുന്നതും, അതുപോലെ തന്നെ തുടർന്ന് ആ ഡിയുടെ സഹായത്തോടു കൂടി കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണവും പോഷണവും ഒക്കെ നമുക്ക് ലഭിക്കുന്നതൊക്കെ വൈറ്റമിൻ ഡിയുടെ സഹായത്തോടു കൂടിയാണ്. വൈറ്റമിൻ ഡി നമുക്കറിയാം ഭക്ഷണത്തിൽ നിന്ന് വളരെ വിരളമാണ്, പക്ഷേ സുലഭമായി ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. ഓക്കെ, നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും നാഡീഞരമ്പുകളുടെയും ഒക്കെ നല്ല ആരോഗ്യത്തിന് നമുക്ക് ഡി അത്യാവശ്യമാണ്. ഡി റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഡി ഉണ്ടായാൽ മാത്രമേ പലതും നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് മറ്റ് പല പ്രധാന നേരത്തെ പറഞ്ഞ പോലെ കാൽസ്യം, മഗ്നീഷ്യം പോലെയുള്ളതൊക്കെ ഭക്ഷണത്തിന് ആഗിരണം ചെയ്യുന്ന ഡിയുടെ ആവശ്യം നല്ല പോലെ ഉണ്ട്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് വളരെ ഒഴിച്ചുകൂടാനാവാത്ത, നമുക്ക് അത്യാവശ്യമുള്ള നല്ല ആരോഗ്യത്തിന് വളരെ അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ് ശരിക്കും സൺലൈറ്റ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, ലോകത്ത് ഈ ഭൂമിയിൽ എവിടെയാണോ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്നത് ആ ഭാഗത്ത് നമുക്കറിയാം ജനങ്ങളുടെ ആയുസ്സും വളരെ കൂടുതലാണ്, ആരോഗ്യവും കൂടുതലാണ്. അതുപോലെ തന്നെ ജീവജാലങ്ങളുടെയും സസ്യജാലങ്ങളുടെയും എണ്ണവും അധികമാണ്. പലതരത്തിലുള്ള ജീവജാലങ്ങളും പലതരത്തിലുള്ള സസ്യജാലങ്ങളും വളരെയധികം ജീവജാലങ്ങളും സസ്യജാലങ്ങളും സുഖമായി വസിക്കുന്നതും സൂര്യപ്രകാശം കൂടുതൽ കിട്ടുന്ന സ്ഥലങ്ങളാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്രമാത്രം ഫലവത്താണ് നമുക്ക് നല്ല ആരോഗ്യത്തിന് സൂര്യപ്രകാശം എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഇത് എങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് ഈ പോഷണം, വൈറ്റമിൻ ഡി, കാൽസ്യം പോലെയുള്ള പോഷണം കറക്റ്റ് ചെയ്യുക എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കറിയാം ഡീൻ്റെ കുറവ് മൂലം നമുക്ക് സാധാരണ കാണുന്ന ലക്ഷണങ്ങളാണ് മസിൽ ക്രാമ്പ്, അല്ലേ? മസിൽ ക്രാമ്പ്, മുടി കൊഴിച്ചൽ, മസിൽ ക്രാമ്പുകൾ, ശരീരവേദനകൾ, ശാരീരിക അസ്വസ്ഥതകൾ, തുടർന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് മുട്ടുവേദന, സന്ധികളുടെ വേദന ഇതൊക്കെ വരാറുണ്ട്. ഡി കുറയുന്ന സമയത്ത് കാൽസ്യം പലർക്കും കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ശരീരത്തിലെ കോച്ചിപ്പിടുത്തങ്ങളും വേദനകളും ഒക്കെ വളരെ കൂടുതലായിരിക്കും. പലപ്പോഴും വല്ലാതെ കുറയുന്നത് അതായത് ഡി വല്ലാതെ കുറയുന്നത് ചിലർക്ക് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ കാരണം ഡിപ്രഷൻ വരെ സംഭവിക്കുന്ന അവസ്ഥകളും ഡി വല്ലാതെ കുറയുമ്പോൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അപ്പോൾ വൈറ്റമിൻ ഡി ശരിക്കും വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു പോഷണമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമുക്ക് സൂര്യപ്രകാശം കൊള്ളുവാൻ വലിയ ചിലവൊന്നുമില്ല. പക്ഷെ ആ ചിലവില്ലാതെ കിട്ടുന്ന പലതും ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പ്രയാസമായിട്ട് തോന്നാറുണ്ട്. വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ് കുറച്ച് സമയം നമ്മളന്ന് സൂര്യപ്രകാശം കൊള്ളുക, പ്രത്യേകിച്ച് ഇളം വെയിൽ. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, കാലത്ത് നമ്മൾ പ്രകൃതിസേര് പൊതുവെ പറയുക, കാലത്ത് 10 മണിക്ക് മുമ്പുള്ളതും വൈകിട്ട് ഒരു 4 മണിക്ക് ശേഷമുള്ള വെയിലാണ് ഏറ്റവും കൂടുതൽ ഉത്തമം എന്നാണ്. പക്ഷേ ഇന്ന് മോഡേണിലെ അലോപ്പതി ഡോക്ടേഴ്സ് ഒരു 11 മണി വരെ ആവാന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുക. അമിത ചൂടുള്ള കാലഘട്ടത്തിൽ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് അങ്ങനെ കൊള്ളുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇതാണ്. പിന്നെ മറ്റൊരു കാര്യം, പലപ്പോഴും നമുക്ക് ഇന്ന് ഈ സോപ്പിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ്. അപ്പോൾ സോപ്പ് ശരീരത്തിൽ തേക്കുന്ന സമയത്ത് ഈ കാസ്റ്റിക് സോഡ രോമകൂപങ്ങളിൽ അടിയും. അപ്പോൾ അങ്ങനെ സോപ്പ് ശരീരത്തിൽ തേച്ച് കാസ്റ്റിക് സോഡ രോമകൂപങ്ങൾ അടിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വേണ്ട വിധത്തിൽ സൺലൈറ്റിൽ നിന്ന് വൈറ്റമിൻ ഡി ആഗിരണം ചെയ്യാൻ പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് വൈറ്റമിൻ ഡി നന്നായിട്ട് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് എനിക്കുള്ളൊരു നിർദ്ദേശം, കാരണം ഇതെൻ്റെ എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ സ്ഥാപനത്തിൽ അഡ്മിറ്റായിരിക്കുന്ന
രോഗികൾക്ക് പലപ്പോഴും വൈറ്റമിൻ ഡി, കാൽസ്യം പോലുള്ള കുറവുകൾ ഉണ്ടാകുമ്പോൾ നമ്മളത് മരുന്ന് കൊണ്ടല്ല പരിഹരിക്കുന്നത്. മരുന്ന് താൽക്കാലികമായ ഒരു ടെമ്പററി പരിഹാരം മാത്രമാണ് നമുക്ക് നൽകുക. അപ്പോൾ അതല്ലാതെ സ്ഥിരമായ പരിഹാരത്തിന് നമുക്ക് സൂര്യപ്രകാശം തന്നെ കൊള്ളുന്നത് ശീലിപ്പിക്കണം. അപ്പോൾ സൂര്യപ്രകാശത്തിലൂടെ എത്തുന്ന ഡി ഒക്കെ കുറച്ചും കൂടി എളുപ്പം ശരീരം സ്വാംശീകരിക്കുകയും ശരീരത്തിന് വേണ്ട വിധം അത് മാനേജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നല്ല ആരോഗ്യത്തിന് ശ്രദ്ധിക്കുമ്പോൾ ജീവിതശൈലി സോപ്പ് ഒഴിവാക്കിക്കൊണ്ട് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമുക്ക് സോപ്പ് ഒഴിവാക്കിയിട്ട് ഡ്രൈ സ്കിന്നറാണെങ്കിൽ ശരിക്കും നമുക്ക് പലതരത്തിലുള്ള താളിപ്പൊടികൾ, അതുപോലെ തന്നെ സ്നാനചൂർണങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കാം. പിന്നെ തേങ്ങാപ്പിണ്ണാക്ക് നമുക്ക് പലപ്പോഴും വളരെ എന്താ പറയുക, തേങ്ങാപ്പിണ്ണാക്കിന് നമുക്ക് പലരും ജീവിതത്തിൽ അത്ര വില കാണാത്തൊരു വസ്തുവാണ്. പക്ഷേ ഒരു സത്യം പറയട്ടെ, നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആണെങ്കിൽ ഒരാഴ്ച തേങ്ങാപ്പിണ്ണാക്ക് തേച്ചൊന്ന് കുളിച്ചു നോക്കിയാൽ ആ ഡ്രൈ സ്കിന്നിലെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. ഈ ഡ്രൈ സ്കിന്നുകാർക്ക് സോപ്പ് അത്ര നല്ലതേ അല്ല. അപ്പോൾ തേങ്ങാപ്പിണ്ണാക്ക് ഉപയോഗിച്ച് കുളിക്കാം. ഡ്രൈ സ്കിന്നിലല്ലാത്തവർക്ക് കടലപ്പൊടി, ചെറുപയർ പൊടി, സ്നാനചൂർണങ്ങളൊക്കെ ഉപയോഗിച്ച് കുളിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു കുളിയും വെയിൽ കൊള്ളലും ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഡിയുടെ ആഗിരണം ശരീരത്തിൽ നടക്കും. അതുകൊണ്ട് ഇത് മാത്രമല്ല, നമുക്ക് സൂര്യപ്രകാശം കൊള്ളുന്നത് കൊണ്ട് ഈ ഡി ലഭിക്കുന്നത് മാത്രമല്ല, ശരീരത്തിലെ ഉള്ള ടോക്സിൻ ഡിസ്ചാർജ് ചെയ്യാനും ഡി സഹായിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും നമ്മളൊരു 10-20 മിനിറ്റൊക്കെ അരമണിക്കൂറൊക്കെ വെയിലത്തിരിക്കുന്ന സമയത്ത് നന്നായിട്ട് വിയർക്കുന്നവരുണ്ട്. ഇളം വെയിലാണെങ്കിലും നന്നായിട്ട് വിയർക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഇളം വെയിൽ നന്നായിട്ട് വിയർത്ത് കഴിയുന്ന സമയത്ത് വിയർപ്പിലൂടെ എക്സസ് ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡ്, ഉപ്പിൻ്റെ അംശങ്ങൾ, ലവണങ്ങൾ, ഇങ്ങനെ പല വസ്തുക്കളും പുറന്തള്ളപ്പെടും. കൂടാതെ രക്തസഞ്ചാരം ഒന്ന് ആക്റ്റീവ് ആവും. പിന്നെ ഒരുപാട് എഫക്റ്റുകൾ ശാരീരികമായിട്ട് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം, നമുക്കൊട്ടും വില കൊടുക്കാതെ കിട്ടുന്ന വളരെ അമൂല്യമായ പലതും ഉണ്ട്. അപ്പോൾ നമുക്കൊട്ടും വില കൊടുക്കാതെ അമൂല്യമായി കിട്ടുന്ന എന്താ പറയുക, വളരെ വില പിടിച്ച ഒരു സംഭവമാണ് ശരിക്കും സൂര്യപ്രകാശം എന്നുള്ളത്. പക്ഷെ പലപ്പോഴും നമ്മൾ ആ കാര്യം വിട്ടുപോകുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ തന്നെ അതിൻ്റെ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നു. കാരണം ഞാൻ ഏതാണ്ട് 2010 മുതൽ 2016 വരെ വിദേശത്തിരുന്ന സമയത്ത് അവിടെ എനിക്കറിയാം, ദുബായിൽ അവിടെ യോഗാസനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എൻ്റെ ക്ലയൻറ്റുകൾക്കുള്ള പ്രശ്നമായിരുന്നു ലാക്ക് ഓഫ് ഡി ആൻഡ് കാൽസ്യം. അത് ദുബായിൽ വളരെ കൂടുതലാണ്. ഇവിടുത്തെ വളരെ ചൂടേറിയ കാലാവസ്ഥയിൽ പല ആൾക്കാരും പുറത്തിറങ്ങുന്ന പോലുമില്ല. ഇരിക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ അധികം എ സിയിലായിരിക്കുകയും ചെയ്യും. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എ സി കാറിലായിരിക്കും. അപ്പോൾ തീരെ വെയിൽ കൊള്ളാത്തൊരവസ്ഥ നമുക്കുണ്ടാവുന്നുണ്ട്. അപ്പോൾ നല്ല ആരോഗ്യത്തിന് നിങ്ങൾ വെയിൽ കൊള്ളേണ്ടതുണ്ട്. മറ്റെൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി ഞാൻ ഷെയർ ചെയ്യാണ്. ഇവിടെ എൻ്റെ സ്ഥാപനത്തിലെ കുഞ്ഞുങ്ങളില്ലാതെ, വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലാതെ കിടക്കുന്ന പല ആൾക്കാർക്കും കുഞ്ഞുങ്ങളുണ്ടായ അനുഭവമുണ്ട്. വളരെ കൂടുതൽ പേർക്കും. കാരണം വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചിട്ട് ഇനി നിങ്ങൾ ചികിത്സ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞവർക്ക് വരെ നമുക്കിവിടെ കുട്ടികളുണ്ടായ അനുഭവമുണ്ട്. ആ അനുഭവത്തിന് ഞങ്ങൾ ഈ ഡയറ്റ്, അതുപോലെ തന്നെ മെഡിറ്റേഷൻ, യോഗ കൂടാതെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ് 1 മണിക്കൂറെങ്കിലും ദിവസവും വെയിൽ കൊള്ളുക. സൂര്യപ്രകാശം, നിങ്ങളൊരു സൂര്യസ്നാനം, സൺബാത്ത് എന്നൊക്കെ പറയും. 1 മണിക്കൂറെങ്കിലും ദിവസവും സൺബാത്ത്, സൂര്യസ്നാനം ചെയ്യുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൂടിയാലൊരു കുഴപ്പമില്ല. മിനിമം 1 മണിക്കൂറെങ്കിലും ഒരു നേരം. 2 നേരമാണെങ്കിൽ രാവിലെ 1 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ, അങ്ങനെ നന്നായിട്ട് കൂടുതൽ സമയം 1-2 മണിക്കൂർ സൂര്യപ്രകാശം കൊള്ളുക എന്നുള്ളത് ഇവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഭക്ഷണം കൊണ്ട് മാത്രമല്ല ശരീരത്തിൽ പോഷണവും ശരീരത്തിൻ്റെ പ്രവർത്തനമൊക്കെ ബാലൻസ് ആവുന്നത് സൂര്യപ്രകാശം വേണം, ശുദ്ധവായു വേണം, വായു സമ്പർക്കം വേണം, ജലസമ്പർക്കം വേണം. കാരണം നമ്മുടെ ശരീരം പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളാണ് നമ്മളുള്ളത്. മാത്രമല്ല അത് പഞ്ചമയ കോശങ്ങളാൽ നിർമ്മിതവുമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇത്തരം പ്രകൃതിയായിട്ടുള്ള സമ്പർക്കങ്ങളൊക്കെ നല്ല ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി നമുക്കൊട്ടും ചിലവില്ലാത്ത സൂര്യസ്നാനം നമ്മൾ ഈ ദിവസവും എടുക്കുന്നത് ഒരു ശീലമാക്കിക്കൊണ്ട് നമ്മുടെ നല്ല ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ഡി ശരീരത്തിൽ ബാലൻസ് ആയി കഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, ഒരുപാട് ന്യൂട്രീഷൻ്റെ അഭാവങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് നല്ല ആരോഗ്യം നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചിലവില്ലാത്ത ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും
ഫോളോ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.